ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇടിച്ചു. അതുപോലെ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പം മെയിൻലി ഇടുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല വൃത്തിക്ക് ഞാൻ ഒരു വീഡിയോ കുറേ അധികം സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻവെസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് സ്റ്റുഡൻസിനെ അവെയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടി. എന്തുകൊണ്ടെന്ന് അറിയില്ല, കാരണം ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, തെറ്റായ ധാരണകൾ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അതിനൊന്നും ഇത്തരത്തിലുള്ള സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും യൂട്യൂബ് കൊടുക്കുന്നു. നമ്മൾ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഈ ഒരു സ്റ്റുഡൻസിനെ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അവെയർ ആക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്ട്രൈക്ക് കിട്ടി. എന്താണെന്നറിയില്ല, നമ്മൾ കുറേ അധികം കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. ഓക്കെ, അപ്പം കുറച്ച് ദിവസം നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുപാടധികം എഫേർട്ട് ഇട്ടൊരു കാര്യം ചെയ്തിട്ട് അത് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഒരവസ്ഥ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാത്തത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് തന്നെയാണ്. നമ്മുടെ ലൈഫിലൊരു ചെറിയ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ലൈഫ് അത്രത്തോളം ഷോർട്ടാണെന്ന് ആരും അറിയുന്നില്ല. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളെപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പിന്നത്തേക്ക് കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് അല്ലേ. പക്ഷെ അത് കുറേ അധികം കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, റിഗ്രറ്റ് ചെയ്യും. നമ്മുടെ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യും, ഈ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് എൻ്റെ ജോബ് അതായത് എൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നൊരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ജോബ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോബ് ആയിരിക്കണം എന്നില്ല. കാരണം നമ്മൾ പഠനങ്ങൾ എടുത്താൽ തന്നെ ഭൂരിഭാഗം പേരും, ഒരു 90% പേരും നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന അവർക്ക് ഇഷ്ടമല്ലാത്ത ജോബ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ജോബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ആവറേജ് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറൗണ്ട് ഒരു 4000 to 5000 വീക്സ് മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. അതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 20-25 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം അതിൽ പകുതിയോളം ജീവിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ലൂപ്പ് ഹോളിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോരുത്. അതായത് വർക്ക്, സ്ലീപ്പ്, റിപ്പീറ്റ്, അങ്ങനത്തെ ഒരു ലൂപ്പ് ഹോളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുടുങ്ങിപ്പോരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യാനുള്ള ഒരു ഇത് കാണും. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠന കാലം തൊട്ട് തന്നെ നമുക്ക് ടെൻഷനാണ്, വലുതായി കഴിഞ്ഞാൽ എന്താവും, പിന്നെ ആ സ്കൂളിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെയാണ്. അതായത് എപ്പോഴും നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ വളരെ കുറച്ച് പേര് മാത്രം ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് ചിന്തിക്കുന്നവരുള്ളൂ. അവർ മാത്രം ആ ഒരു ലൈഫിൽ ഒരു റിഗ്രറ്റ് ഇല്ലാതെ മരിക്കുന്നവരെന്ന് പറയില്ലേ. എന്തായാലും ജീവിതം ഷോർട്ടാണ്. അപ്പോൾ അടുത്ത ലാസ്റ്റ് നമ്മൾ റിഗ്രറ്റ് അടിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ നന്നായിട്ട് നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് മരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സത്യം പറയാം, നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോങ് ലൈഫിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, പണത്തിന് പിറകെ അല്ലേ. അതായത് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടിട്ട് തന്നെ നമ്മളോട് പറയുന്നത് നല്ലൊരു ജോബ് വാങ്ങിയിട്ട് നല്ലൊരു സാലറിയിൽ വർക്ക് ചെയ്യുക, ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും. നിങ്ങൾ തന്നെ ആലോചിച്ചേക്കുക, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? നല്ല സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനത്തെ ഒരു ഉത്തരമാണ് എല്ലാവരും കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതന്നെ ഞാൻ പറയുന്നത്, നിങ്ങളെപ്പോഴും ഈ ഒരു സമ്പാദ്യത്തിന് പിറകെ പോവാതെ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം അത് ആദ്യം നിങ്ങൾ കണ്ടെത്തുക. അത് കണ്ടെത്തി അതിനു വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ അല്ലാതെ പണത്തിന് പിറകെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പണമൊന്നും നമുക്ക് മതിയാവില്ല. നമ്മൾ വെറുതെ ഒരു യന്ത്രം പോലെ വർക്ക് ചെയ്തിട്ട് നമുക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ ഉണ്ടാവുന്നത്. പക്ഷേ നമുക്ക് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവല്ലോ, ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു എമൗണ്ട്, ആ ഒരു മണി സോഴ്സ് നിങ്ങൾ അതിലൂടെ കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈ ആയിരിക്കും. നിങ്ങൾ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരിക്കലും പണത്തിൻ്റെ പിറകെ ഓടരുത്. നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹം, എന്താണോ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ളത്, അതിൽ നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് എത്തും. അറ്റ് ദ മൊമെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പാത്തിലൂടെ എല്ലാവരും സഞ്ചരിക്കാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ആൾക്കാരെ നിങ്ങളിൽ തന്നെ കാണാൻ പറ്റും. അതായത് നിങ്ങളെ 8 year old ആയിട്ടുള്ള നിങ്ങളും പിന്നെ ഒരു 80 year old ആയിട്ടുള്ള നിങ്ങളും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു 8 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറേ അധികം ക്യൂരിയോസിറ്റിയാണ്, കുറേ അധികം ചിന്തകളാണ്, പിന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു
ലോകമാണ് ഈ ഒരു 80 ഇയർ തൊട്ടിട്ട് നിങ്ങൾക്ക് തുടങ്ങുന്നത്. പക്ഷെ ഒരു 80 ഇയറിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു പീസ്ഫുൾ മൈൻഡ്, അതായത് റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു ലൈഫ് നിങ്ങൾ ലെഡ് ചെയ്തു എന്നുള്ളൊരു ചിന്ത, അതായത് ഓർമ്മകളുടെ ഒരു കാലഘട്ടമാണ് ഈ ഒരു 80 ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് വരുന്നത്. മറ്റേത് സ്വപ്നങ്ങളുടെ ഒരു കാലഘട്ടം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഇൻ ബിറ്റ്വീൻ ലൈഫിൽ നിങ്ങൾ ഇവരെ രണ്ടുപേരും ഹാപ്പി ആക്കണം. അതായത് നിങ്ങൾ ഒരിക്കലും ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, ഇതിന് കൂടുതൽ അങ്ങനെയല്ല. നിങ്ങൾ ഇതിന് രണ്ടിനും ഈക്വലൈസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഡ്രീംസും വേണം, നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യാതെ മരിക്കാനും പറ്റണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു പേസ് ഓഫ് ലൈഫ് നിങ്ങൾ എപ്പോഴും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ട്രീറ്റ് റിവേഴ്സിബിൾ ഡിസിഷൻ ആസ് പെർമനൻറ്റ്. അതായത് നമുക്ക് ജീവിതത്തിൽ 2 ടൈപ്പ് ഓഫ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്, അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതായത് എന്തെങ്കിലും മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് കൈൻഡ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ ചെയ്യണം എന്നുള്ളതൊരു റിവേഴ്സിബിൾ, അത് നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അടുത്തൊരു ചിന്ത ഉണ്ട്, റിവേഴ്സിബിൾ. അത് പലപ്പോഴും പലവരും എങ്ങനെ ട്രീറ്റ് ചെയ്യാറുണ്ട് വെച്ചാൽ ഇറിവേഴ്സിബിളായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അതായത് മാറ്റാൻ പറ്റാത്തൊരു കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അതായത് സപ്പോസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കണം, അത് മാറിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ചിന്ത, ആ ഒരു എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരിക്കലും പറ്റാറില്ല. നിങ്ങളെപ്പോഴും അതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് നിങ്ങൾ ചിന്തിച്ചു പോകുന്നത്. പക്ഷേ ആക്ച്വലി അത് റിവേഴ്സിബിളാണ്. നിങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ ഒരു പാത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു കോൺഫിഡൻസ്, അതിനുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അതിന് ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള ഒരുപാടധികം അവസരങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മുതലാക്കാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ടൈംലി മാനറിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അറ്റ് ദ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, റിഗ്രറ്റ് അടിക്കേണ്ടി വരും. 5ാമതായിട്ട് പ്രൊട്ടക്റ്റ് യുവർ എനർജി. അതായത് പലവരും ഇത്തരത്തിൽ അവരുടെ ഡ്രീംസിൻ്റെ പുറകെ ഓടുന്നുണ്ട്, പക്ഷെ അവർ പലപ്പോഴും അവരുടെ ഹെൽത്ത് കൺസേൺ ചെയ്യാറില്ല, അവരുടെ എനർജി കൺസേൺ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു എനർജി കളഞ്ഞിട്ട് നമ്മളൊരിക്കലും വർക്ക് കാര്യങ്ങളിലൊന്നും പോകരുത്. നമുക്കെന്തെങ്കിലും അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. എപ്പോഴും നമ്മളെ എനർജീനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം. കാരണം എന്താ വെച്ചാൽ പലവരും വർക്കിൻ്റെ ബാക്കിൽ പോകും, എത്ര പൈസ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പോകുന്നു. അടുത്ത ലാസ്റ്റ് അവരുടെ ഹെൽത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെർസെൻറ്റേജ് കുറവായിരിക്കും. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകുക എന്നാണ് ഇതിലൂടെ പറയാനുള്ളത്. കാരണം ബെറ്റർ ആയിട്ടുള്ള എനർജി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ വരില്ല, നമുക്ക് ഒരിക്കലും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു എനർജി പേസ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് എക്സസൈസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എൻലെസ്ലി സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അങ്ങനെ നമ്മൾ ടൈം അതിൽ നമ്മൾ എന്ത് ചെയ്യാം, വിശ്രമം കണ്ടെത്തുക, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പക്ഷെ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് മെഡിറ്റേറ്റ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ എനർജി ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ക്രിയേറ്റീവ് തോട്ട്സ് വരും. നമ്മളെ പ്രവർത്തികൾ മാറുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ടും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ലാസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ഡൗൺ ടൈം. ഓക്കെ, അപ്പം ഇത് കേട്ട് നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. കാരണം ഒരിക്കലും നമുക്ക് ടൈമിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അല്ലേ? അത് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഏറ്റവും വിലപ്പെട്ട കാര്യം തന്നെയാണ് ടൈം. ഓക്കെ, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെ ചൈൽഡ്ഹുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോകുന്നത് പലപ്പോഴും നിങ്ങൾ അറിയുന്നുണ്ടാവും. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമുക്ക് കുറേ അധികം ക്യൂരിയോസിറ്റി ഉണ്ട്, നമുക്ക് വേൾഡിൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളൊരു ഏജ്, അതായത് ഒരു 50s 60s ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈഫ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോകുന്നതിന് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീക്കുന്നു, നേരെ വർക്കിൽ പോകുന്നു, പിന്നെ നേരെ തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ നിങ്ങൾ ഒരു ഡേ ബൈ ഡേ നിങ്ങൾ പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങളിപ്പം ഒരു ഗവൺമെൻറ് ജോബ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഒരു ലൈഫ്, ഒരു ജീവിതശൈലി എങ്ങനെയാണ്. 10 മണിയാകുമ്പോൾ ഓഫീസിൽ കയറും, അവർ നേരെ തിരിച്ചു വരും, അടുത്ത ലൈഫ് റിപ്പീറ്റ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ലൈഫ് ആയിരിക്കും അവർ
ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിലെ ടൈമിനെ നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫ് വളരെയധികം ഷോർട്ടാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓരോന്നും നമ്മൾ എൻജോയ് ചെയ്ത് ഓരോ മൊമെൻറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യണം അല്ലേ. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജ്ഡായി വരുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും പ്രവർത്തിച്ച് വരുമ്പോൾ അറ്റ് ലാസ്റ്റ് നമുക്ക് ടൈം പോകണമെന്ന് നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത്രയും ടൈം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ലൈക്ക് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ റിഗ്രറ്റ് അടിക്കും. അതായത് ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ്. അതായത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു കാര്യം എന്താ, നമ്മൾ ആ ഒരു എൻഡിങ് ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സന്തോഷിക്കണം. അതായത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം പല കോർപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഇപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ ഒരു ആളെ കണ്ടു. ലൈക്ക് ഒരു 5-6 വർഷം കോർപ്പറേറ്റ് ജോബ് കാര്യങ്ങളൊക്കെയാണ് ലെഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അറ്റ് ദ ലാസ്റ്റ് അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ദ ലാസ്റ്റ് ആ കോർപ്പറേറ്റ് ജീവിതം കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അയാളൊരു വില്ലേജിൽ വരികയാണ്. വില്ലേജിൽ വന്നിട്ടൊരു ഫാം ലാൻഡ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ്. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫാമിലീൻ്റെ കൂടെ നിൽക്കുകയാണ്, നമ്മൾ ഒരു നാച്ചുറുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റിയൽ ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പരമാവധി നിങ്ങളെ ടൈമിനെ സ്ലോ ഡൗൺ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ആ ഒരു ഫേസ് ഓഫ് ലൈഫ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഹാപ്പിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ റിഗ്രറ്റ് ഒന്നുമില്ല, അത് അടുത്ത ലാസ്റ്റ് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഇറ്റ്സ് മീ നവനി സൈനിങ് ഓഫ്.